ശ്രീ ഷാജർ ഖാൻ, ഇവിടെ കേരളം പോലെ ഒരു സ്ഥലം ഇതിന് വേദിയായിരിക്കുന്നു 5ാം തവണ എന്നത് കൂടി കാണണം. 4 VC-മാർ അതിൽ പങ്കെടുത്തിരിക്കുന്നു. VC-മാർ ഏതൊക്കെ ചടങ്ങുകളിൽ എങ്ങനെയൊക്കെ പങ്കെടുക്കാമെന്ന മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതാണ്. അപ്പോൾ VC-മാർ സ്വയം തോന്നലുള്ളവായി അങ്ങ് പോകുന്നതാണോ, അതോ ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ അവരെ നയിച്ചു എന്നതാണോ? താങ്കൾ എങ്ങനെയാണ് ഈ മാറുന്ന വിദ്യാഭ്യാസ രംഗത്തെ കാണുന്നത്? രേണുക, ഈ RSSുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടന നടത്തുന്ന ഒരു ജ്ഞാനസഭയിൽ അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ കേരളം പോലൊരു നാട്ടിലെ 4 വൈസ് ചാൻസലർമാർ പങ്കെടുത്തു എന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാസ്തവത്തിൽ അവരത് മാപ്പ് പറയുകയും അതിനോടുള്ള അവരുടെ നിലപാട് തിരുത്തുകയും ചെയ്യണം എന്നതാണ് ആദ്യമായി ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വൈസ് ചാൻസലർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSSും സംഘപരിവാറും വളരെ ലാർജറായിട്ടുള്ള ഒരു അജണ്ടയെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതര ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ പിഴുതെറിയുന്ന ഒരു ഫാസിസ്റ്റ് ഒരു നടപടിയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹം ഇക്കാലം അത്രയും ഇപ്പോൾ ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനം സൃഷ്ടിച്ച അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമ്മൾ ആവിഷ്കരിച്ച ജനാധിപത്യ വിദ്യാഭ്യാസം, മതേതര വിദ്യാഭ്യാസം, ആ സങ്കല്പങ്ങളെ മുഴുവൻ ഇതിന് ആ സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെ അകക്കാമ്പ് പോലും എടുത്തു കളയുന്നതാണ്. കേവലം സ്കിൽ മാത്രമാക്കി വിദ്യാഭ്യാസത്തെ മാറ്റി തീർക്കുന്ന വളരെ അപകടകരമായ ഒരു നയം, അതിനെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പേരിട്ട് വിളിക്കുന്നു. അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാതെ പാസ്സാക്കിയ നയമാണ്. ഇപ്പോൾ 2020 സെപ്റ്റംബർ മാസം നമ്മൾ രാജ്യം മുഴുവൻ അടച്ചിട്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ നയം പാസ്സാക്കിയതായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ നടപ്പാക്കുന്ന ആദ്യത്തെ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയാം. അപ്പോൾ അത്രയും ജനാധിപത്യ വിരുദ്ധമായൊരു നയം നടപ്പിലാക്കാൻ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്നേഹികൾ ഇന്ത്യ മുഴുവൻ അതിനെ എതിർക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ പ്രത്യേകിച്ചും വലിയ എതിർപ്പുകൾ ഉയർന്നു വരുന്നു. കേരളം പോലൊരു നാട്ടിൽ പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ നയങ്ങൾ പലതും കേരളത്തിൽ നടപ്പിലാക്കുന്നു. നേരത്തെ ശശികുമാർ സാർ പറഞ്ഞതുപോലെ 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുന്നു, DPEP പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, അക്ഷര പഠനത്തെ ഇല്ലാതാക്കുന്ന പഴയ ആ സങ്കല്പങ്ങളൊക്കെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ വളരെ ആസൂത്രിതമായി നീക്കുന്നു. സർവകലാശാലകളെ അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവരാനുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു സഭ ഇവിടെ നടക്കുന്നത്. ആ സഭയിൽ എന്തടിസ്ഥാനത്തിലാണ് ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയോ കേരളത്തിലെ ഗവൺമെൻറ്റോ അല്ലല്ലോ പറയേണ്ടത്. അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും വൈസ് ചാൻസലർമാർ ഇതിൽ പങ്കെടുക്കാൻ പാടില്ലല്ലോ. കാരണം വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ആരാണ്? ഒരു സർവകലാശാല ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വൈജ്ഞാനികമായ കേന്ദ്രമാണ്. ഏറ്റവും ഉയർന്ന മതേതരമായ ഒരു സങ്കല്പത്തിൻ്റെ ഒരു ഉത്തുംഗമായ സ്ഥാപനമാണ്. ജനാധിപത്യത്തിൻ്റെയും ഒരു ജനതയുടെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ആശയങ്ങൾ പ്രദർശിപ്പിക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് വൈസ് ചാൻസലർ. അപ്പോൾ ആ വൈസ് ചാൻസലർ ഇതേപോലെ ഏതെങ്കിലും ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു മതസംഘടനയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു പ്രോഗ്രാമിൽ പോവുക എന്ന് പറയുന്നത് ഒരു പതനമാണ്. അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാം. പക്ഷേ വ്യക്തിപരമായ ആശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശരി, ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യാൻ ചുമതലപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്ക് അതിൻ്റെ വൈജ്ഞാനിക സമൂഹത്തെ, ഒരു സമൂഹം എന്ന് പറയുമ്പോൾ വൈജ്ഞാനികമായ സാംസ്കാരികമായ വലിയ സദാചാരപരമായ ധാർമ്മികമായ മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്യേണ്ട ഒരാളാണ് വൈസ് ചാൻസലർ. അപ്പോൾ അങ്ങനെയുള്ളൊരു വൈസ് ചാൻസലർ എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും ശരി ഇങ്ങനെയുള്ള വേദികളിൽ പങ്കെടുക്കാൻ പാടില്ല. അത് തിരുത്തുക തന്നെ വേണം. എന്ന് മാത്രമല്ല, ഇതിൻ്റെ അജണ്ടയെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. വളരെ ആസൂത്രിതമായി ചില നീക്കങ്ങൾ ഇപ്പോൾ സെൻട്രലൈസ് ചെയ്യുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിലാണല്ലോ. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം UGCയിലൂടെയും കേന്ദ്ര സർക്കാരിൻ്റെ സർക്കുലറുകളിലൂടെയും ഇന്ത്യയിൽ എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഫെഡറലിസത്തിൻ്റെ മുഴുവൻ തത്വങ്ങളിൽ ലംഘിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, അത്രയും ഉള്ളടക്കത്തിൽ വളരെ അപകടകരമായ അംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, ഇത് കേവലം കാവ്യവൽക്കരണം മാത്രമല്ല. ഇപ്പം പലരും കരുതിയിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് RSSൻ്റെയോ BJPയുടെയോ ചില സങ്കുചിതമായ ചില വർഗീയമായ കാവ്യവൽക്കരണത്തിൻ്റെ അജണ്ടകൾ അടങ്ങിയിട്ടുള്ള ഒരു നയമാണെന്ന്. ഒരിക്കലുമല്ല. ഇത് മനുഷ്യൻ്റെ വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ, മാനവികതയെ തകർത്ത് കളയുന്ന വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന 5+3+3+4 എന്ന് പറയുന്ന ഘടനയിലുള്ളത്. അവരവതരിപ്പിക്കുന്ന ഉള്ളടക്കത്തിലുള്ളത്, അവരവതരിപ്പിക്കുന്ന 4 ഡിഗ്രി കോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ
ഈ കോഴ്സ് ഘടനയിലും അതിൻ്റെ ഉള്ളടക്കത്തിലും അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിലൂടെ കേവലം ചില തൊഴിൽ പരിശീലനം മാത്രമുള്ള സാങ്കേതിക പരിജ്ഞാനം മാത്രമുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ചിന്താശേഷി, യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഇതൊന്നും. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ നോളജ് സിസ്റ്റം, ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഗംഭീരമായ ഒരു ആശയമെന്ന് തോന്നും. പക്ഷേ എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ RSS അവതരിപ്പിക്കുന്ന ഈ ജ്ഞാനസഭയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന അതിപുരാതനമായ പഴഞ്ചൻ വിധിവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും മതമൂല്യങ്ങളും ഒക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വ്യാധ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വ്യാധ മാത്തമാറ്റിക്സ് അതൊക്കെ തിരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ വ്യാധ കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ചർച്ച. ശ്യാംരാജ് പറയുന്നത് അത്തരം ആശയങ്ങളെ സംബന്ധിക്കുന്ന ഒരു തുറന്ന ചർച്ച നടത്താനുള്ളൊരു വേദി ഒരുക്കിയെന്നാണ്. തീർച്ചയായിട്ടും അതെ. അങ്ങനത്തെ ആശയങ്ങളിലേക്ക് സമൂഹത്തെ പിന്നോട്ട് നടത്തിക്കുന്ന ആശയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സഭ അവർ വിളിച്ചു കൂട്ടുന്നു. ആ സഭയിലേക്ക് കേരളം പോലൊരു നാട്ടിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട ഒരു സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയിരുന്ന് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചർച്ചയിൽ 200 VC-മാർ പങ്കെടുത്തോട്ടെ. പക്ഷേ ആ 200 VC-മാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ കേരളത്തിൻ്റെ VC-മാരെ പ്രത്യേകം പറയാൻ കാരണം കേരളം വ്യത്യസ്തമായൊരു നാടാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, ഉത്തർപ്രദേശ് പോലെയോ ഗുജറാത്ത് പോലെയോ ഈ വർഗീയമായ ആശയങ്ങൾ താലോലിക്കുന്ന ഒരു സംസ്ഥാനമല്ലല്ലോ നമ്മുടേത്. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതും എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എല്ലാ രാഷ്ട്രീയ ധാരകൾക്കും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ജനാധിപത്യപരമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന നാടാണ്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഒരു ഘട്ടത്തിൽ ഗവർണറുമായിട്ടുള്ള ഒരു ഡീൽ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, VC-മാർക്ക് വേണമെങ്കിൽ ജ്ഞാനസഭയിൽ പങ്കെടുക്കാം എന്ന് പറയുകയുണ്ട്, ഞങ്ങൾ എതിർക്കില്ല എന്നൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആ രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് വളരെ വലിയ മാനങ്ങളുണ്ട്. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രി പറയാൻ പാടില്ല. ശരി, ഒരു മന്ത്രിയോ പ്രോ ചാൻസലറായിരിക്കാം, പക്ഷേ ഒരു മന്ത്രി പറയുന്നത് കേട്ടിട്ട് പ്രവർത്തിക്കേണ്ട ആളല്ല. അത് കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ വൈസ് ചാൻസലർമാരും സർവകലാശാലകളും രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന സ്ഥാപനമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല സർവകലാശാല. അത് വൈസ് ചാൻസലർമാർ മനസ്സിലാക്കണം. അത് കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ. തീർച്ചയായും ആ ബോധം ആദ്യം ഉണ്ടാകേണ്ടത്